ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള ചില ഭാഗങ്ങളാണ്. ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് യഹൂദന്മാർ പഠിപ്പിച്ച പല പഠിപ്പിക്കലുകളെയും കർത്താവ് ഇവിടെ തിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അത് ന്യായപ്രമാണം തെറ്റായതുകൊണ്ടല്ല, ന്യായപ്രമാണത്തിൻ്റെ ആ വ്യാഖ്യാനത്തിൽ വന്ന പരിമിതികളെ കർത്താവ് അതിൻ്റെ എസൻസ് പൂർണ്ണതയിൽ വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഒന്നിനെ കൊണ്ടും ആണയിടരുത്, അല്ലെങ്കിൽ സത്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് പഴയ നിയമത്തിൽ പറയുന്നു, അവനെ കൊണ്ട് ആണയിടുന്ന ഏവനും പുകഴ്ചയുണ്ടാകും, അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഒന്നിനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠമാണ്. നമ്മുടെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. മുടി കറുപ്പിക്കാനും വെളുപ്പിക്കാനും നമുക്ക് സാധിക്കുകയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്ത് നമുക്കൊരു പക്ഷേ മുടി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കറുപ്പിക്കാനും വെളുപ്പിക്കാനും സാധിച്ചേക്കാം. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്കതുപോലും ചെയ്യാനാവില്ല. അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നെന്ന്. നമ്മൾ എന്തിനാണ് ആണയിടുന്നത്, അല്ലെ സത്യം ചെയ്ത് നമ്മൾ ഒരാളോട് പറഞ്ഞ് എന്തിനാണ്? ഞാൻ പറയുന്നത് സത്യമാണെന്ന് ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പറഞ്ഞു, നീ ആരെയും ബോധിപ്പിക്കേണ്ട. ദൈവത്തിനും നിൻ്റെ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് തന്നെ അറിയാം. മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനമായ സ്വർഗത്തെയോ പാദപീഠമായ ഭൂമിയെയോ നമ്മുടെ തലയെയോ ഒന്നും കൊണ്ട് നമ്മൾ ആണയിടേണ്ട ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സാധാരണയുള്ളതായൊരു സ്വഭാവമാണ്, എന്തെങ്കിലും പറഞ്ഞാൽ വേദപുസ്തകം എടുത്ത് അത് കൈ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞ് അത് ഞാൻ പറഞ്ഞത് അല്ലെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ അവിടെ നടക്കുക. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക. പിന്നെ പഠിപ്പിച്ചു, പഴയ നിയമത്തിൽ പഠിപ്പിച്ചു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പകരത്തിന് പകരം ചെയ്യാം. മോശ ആ നിയമം കൊടുത്തത് പാപം വർദ്ധിക്കാതിരിക്കാനാണ്. ഒരുവൻ അടിച്ച ഒരുവൻ്റെ കണ്ണ് കളഞ്ഞാൽ ആ അടിച്ചവൻ്റെ ഒരു കണ്ണ് മാത്രമേ കളയാൻ അവകാശമുള്ളൂ. 2 കണ്ണ് കളയാനോ അവനെ കൊല്ലാനോ അവകാശമില്ല. പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി മോശ അങ്ങനെ ഒരു നിയമം കൊടുത്തു. യേശു പറഞ്ഞു, അതുപോലും പാടില്ല. നിന്നെ ഒരു ചെകിട് തടിക്കുന്നവന് മറു ചെകിട് കാണിച്ചു കൊടുക്കുക. എൻ്റെ വസ്ത്രം ചോദിക്കുന്നവന് പുതുപ്പോടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സഹോദരനോട് ക്ഷമിക്കാൻ സാധിക്കണമെന്നാണ് കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളും പകരത്തിന് പകരം ചെയ്യാനുള്ളൊരു പ്രവണത നമുക്കുണ്ട്. അത് ഒരിക്കലും അഭികാമ്യമല്ല എന്ന് കർത്താവ് പറയുന്നു. തിന്മയെ നന്മ കൊണ്ട് എതിർക്കാനാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ തിന്മയെ തിന്മ കൊണ്ട് എതിർത്താൽ എന്നോട് തിന്മ ചെയ്തവനും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവൻ ഒരിക്കലും ആ മനുഷ്യൻ അവിടെ തിരുത്തപ്പെടുകയില്ല. എന്നാൽ തിന്മയെ ഞാൻ നന്മ കൊണ്ട് ഞാൻ നേരിട്ടാൽ തിന്മ ചെയ്തവന് തിന്മ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്, അവൻ തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കുക. അതിനുശേഷം കർത്താവ് പറഞ്ഞു, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, വാസ്തവത്തിൽ നമ്മൾ ശത്രു എന്ന് വിളിക്കുന്നത് ആരെയാണ്? സത്യത്തിൻ്റെ മറുവശം ചൂണ്ടിക്കാണിക്കുന്നവനെ, അഥവാ സത്യത്തിൻ്റെ മറുവശം വിളിച്ചു പറയുന്നവനെ അല്ലേ പലപ്പോഴും നമ്മൾ ശത്രുവായിട്ട് കാണുന്നത്. ഞാൻ കാണാത്തത് കണ്ടവൻ,
ഞാൻ നോക്കുന്ന ആംഗിളിലൂടെ അല്ലാതെ മറ്റൊരു ആംഗിളിലൂടെ അത് നോക്കിക്കണ്ടവൻ അവനതിൻ്റെ കുറവുകൾ വിളിച്ചു പറയുമ്പോൾ വാസ്തവത്തിൽ അവനല്ലേ എൻ്റെ സ്നേഹിതൻ? അവൻ മുഖാന്തരമല്ലേ എനിക്ക് തിരുത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ? അതുകൊണ്ടായിരിക്കണം കർത്താവ് പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ആശയങ്ങളോട് യോജിക്കാത്തവനെ, ഞാൻ പറയുന്നതിന് എതിര് പറയുന്നവനെ നമ്മൾ ശത്രുവായി കാണുന്ന ഒരു പ്രവണത നമുക്ക് ധാരാളമുണ്ട്. ഇതാണ് കൂടുതലും ലോകത്തിൽ സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഒരിക്കലും അത് പാടില്ല. ദൈവിക സ്നേഹം എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അതായത് സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുകയും ദേഷിക്കുന്നവനെ ദേഷിക്കുന്നവനുമല്ല. അതാണ് ദൈവിക സ്നേഹം. അഗാപ്പെ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാക്രിഫിഷ്യൽ ലവ് ഓർ അൺഎൻഡിങ് ഗിവിങ് ലവ് എന്നാണ്. സഹിക്കുന്ന സ്നേഹം അഥവാ നിർത്താതെ കൊടുക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെക്കുറിച്ച് അതിന് ശേഷം കർത്താവ് പറഞ്ഞു. ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ 45 വാക്യങ്ങൾ പറയുന്നു, നീതിമാൻ്റെ മേലും നീതികെട്ടവൻ്റെ മേലും മഴ പെയ്യുകയും നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം. ഈ ഭൂമിയിൽ സൂര്യൻ ഉദിച്ചാൽ നീതിമാന്മാർ താമസിക്കുന്നിടത്ത് മാത്രമായി സൂര്യൻ ഉദിക്കാറില്ല. നല്ലവർ ജീവിക്കുന്നിടത്ത് മാത്രമായിട്ട് മഴ പെയ്യാറില്ല. സൂര്യൻ ഉദിച്ചാൽ അതിൻ്റെ ചൂടും അതിൻ്റെ നന്മയും നീതിമാനും ദുഷ്ടനും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും, നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും എല്ലാം ദൈവം ഇത് മുഖപക്ഷമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ അതിൻ്റെ കുളിർമ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന രീതിയിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. പകരത്തിന് പകരം ചെയ്യുക എന്നുള്ളതല്ല, നമുക്കതിന് അവകാശമില്ല. ആരും ശത്രുവല്ല, എല്ലാവരും മിത്രമാണെന്നുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ കർത്താവ് കാൽവറിയുടെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ തന്നെ ക്രൂശിച്ചവരെ നോക്കി കർത്താവ് നടത്തിയ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. എന്തായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ക്രൂശിൻ്റെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. താഴോട്ട് നോക്കിയപ്പോൾ തന്നെ പീഡിപ്പിച്ചവരും തന്നെ വേദനിപ്പിച്ചവരും തന്നെ അസഭ്യം പറയുന്നവരും മുഷ്ടി ചുരുട്ടി തന്നെ കുത്തിയവരും അല്ലെങ്കിൽ തൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരും ഒക്കെ നിരന്ന് നിൽക്കുക. അവരുടെയൊക്കെ മുഖത്ത് മാറി മാറി നോക്കിയിട്ട് കർത്താവ് നടത്തിയ പ്രാർത്ഥന എത്രയോ പ്രസക്തമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് മനസ്സിലായി, ഇവരുടെ അറിവുകളിൽ നിന്നാണ് അവരെന്നോട് ഇത് ചെയ്യുന്നത്. ഞാൻ ആരെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും എന്നോടിത് ചെയ്യുകയില്ലായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരോട്, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ എന്താണ് മാർഗം? അങ്ങനെ നമുക്കങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും. ക്ഷമിക്കാൻ പറ്റുമോ? എന്താണെന്നറിയാമോ? തെറ്റ് ചെയ്യുന്നവർ ബലഹീനരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കവരോട് ക്ഷമിക്കാൻ പറ്റും. തെറ്റ് ചെയ്യുന്നവർ അവരുടെ അറിവില്ലായ്മയിൽ നിന്നാണ് എന്നെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ജ്ഞാനമില്ല, അതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അവർ നമ്മളെ അടിക്കുകയും തൊഴിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യും. അപ്പനെയോ വല്യപ്പനെയോ വല്യമ്മയോ അടിക്കുകയോ തൊഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾ നമ്മളങ്ങനെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അവരെ തിരിച്ചടിച്ചിട്ടുണ്ടോ? നമ്മളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം അവർ ശിശുക്കളാണ്, അവർക്കതിനെപ്പറ്റി ബോധ്യമില്ല. ആ ശിശു അവൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് ഇത് ചെയ്തത് നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മളത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത്.
എന്നാൽ മുതിർന്ന ശേഷം നമ്മളോട് ചെയ്ത് നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം ചെയ്യുന്നുള്ള അറിവ്. അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്നവരെ നോക്കി അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്കവരോട് ക്ഷമിക്കാൻ സാധിക്കും. ഇത് കർത്താവ് അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ വിമർശിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അവരോട് വിരോധം തോന്നാറുണ്ട്. കർത്താവ് പറഞ്ഞു പാടില്ല. കർത്താവ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. പിതാവേ, അവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണം. കർത്താവിനത് സാധിച്ചത് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിന്നപ്പോഴാണ്. അപ്പം നമ്മളുമായിരിക്കുന്ന തലങ്ങളിൽ നിന്ന് ഉയർന്നു നിന്ന് മറ്റുള്ളവരെ നോക്കണം, കാണണം. അവരുടെ മനോഭാവത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് ഭിക്ഷ കൊടുക്കുമ്പോൾ അല്ലെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളെ ചെയ്യുമ്പോൾ അത് പരസ്യം ചെയ്ത് കൊടുക്കാതിരിക്കുക. എന്തിനാണ് പരസ്യം ചെയ്യുന്നത്? നമ്മളത് ചെയ്തു എന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. കർത്താവ് പറഞ്ഞു, വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയണ്ട. കാരണം എന്താണെന്നറിയുമോ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്ന അവസ്ഥയിലുള്ളവരുണ്ട്. അവരെ നമ്മൾ സഹായിക്കേണ്ടത് രഹസ്യമായിട്ടാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയില്ല, അതിനുള്ള ആരോഗ്യമില്ല. പക്ഷെ മറ്റുള്ള മുൻപാകെ കൈ നീട്ടാൻ അവർക്ക് പ്രയാസമുണ്ട്. അഭിമാനം അവരെ സമ്മതിക്കുകയില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിമാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു ശരീരത്തിലെ 2 അവയവങ്ങളാണ് ഇടങ്കൈ വലങ്കൈ എങ്കിലും വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയണ്ട. രഹസ്യത്തിൽ ഇതറിയുന്ന പിതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. അപ്രകാരം ഒരു നല്ല ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഈ മഹത്തായ ഗിരിപ്രഭാഷണത്തിലെ ചിന്തകൾ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.